വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി മിന്നൽ ഫൈസലിന് സംഭവിച്ചത്. വധശ്രമം, മോഷണം, ലഹരിക്കടത്ത് ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയായ ഫൈസൽ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരണം. കേസിൽ ഇയാളുടെ സുഹൃത്ത് നാവായിക്കുളം സ്വദേശി അൻസിൽ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ മോഷണം മുതൽ പങ്കുവച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഫൈസലിന്റെ കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. ചിറയൻകീഴ്, മംഗലപുരം, ആറ്റിങ്ങൽ, കഠിനംകുളം, ചാത്തന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, വധശ്രമം, NDPS തുടങ്ങി 26 കേസുകളിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട മിന്നൽ ഫൈസൽ. ഇയാൾക്കെതിരെ കാപ്പ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഫൈസൽ മുട്ടപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അടുത്ത കാലത്ത് മിന്നൽ ഫൈസലും അൻസിൽ ഖാനും ചേർന്ന് ചിറയൻകീഴ് ഭാഗത്ത് മോഷണങ്ങൾ നടത്തി. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. തമിഴ്നാട് NDPS കേസിലും കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലും പ്രതിയായ അൻസിൽ ഖാനും ഫൈസലും ഒപ്പം ചേർന്നാണ് മോഷണങ്ങൾ നടത്തിയിരുന്നത്. ജൂൺ 20-ന് അർദ്ധരാത്രി ഫൈസൽ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ഇരുവരും മദ്യപിക്കുകയും മോഷണം മുതൽ പങ്കിടുന്നതിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് അൻസിൽ ഖാൻ വെട്ടുകത്തി ഉപയോഗിച്ച് ഫൈസലിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം പ്രതി അവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. മിന്നൽ ഫൈസലിന്റെ മരണം കൊലപാതകമാണെന്ന് വെളിവാകുകയും ആര് കൊന്നു എന്നുള്ളത് ഒരു സംശയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയുമായിരുന്നു. പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ മോഷണം ഇവർ തമ്മിൽ ഒന്നിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണവുമായി ബന്ധപ്പെട്ട മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. 11 ദിവസത്തോളം ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. ജൂലൈ 1-ന് രാവിലെ ഫൈസലിന്റെ വീടിന് സമീപത്തെ പുരയിടത്തിൽ കപ്പ പറിക്കാനായി എത്തിയവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. തെളിവുകളൊന്നും ഇല്ലാതിരുന്ന കേസിൽ നിരവധി പേരെ ചോദ്യം ചെയ്തും CCTV ക്യാമറകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിയത്. എന്നാൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. പ്രതി അൻസിൽ ഖാനെ നാവായിക്കുളത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി BK പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ DYSP G സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.